നമസ്കാരം. ട്രംപിന് കഷ്ടകാലമാണ് എന്ന് എല്ലാ ദിവസവും വന്ന് പറയേണ്ട സ്ഥിതിയിലാണ് നമ്മളെല്ലാം. എന്ത് ചെയ്യാനാണ്? ലോകം മുഴുവൻ കാൽക്കീഴിലാക്കാൻ പുറപ്പെട്ട ഒരു ഭരണാധികാരിയുടെ ദുർഗതി. കയ്യിൽ പണമുണ്ട്, ആയുധങ്ങളുണ്ട്, പവറുണ്ട്, നാടുനീളെ കീഴടക്കാനുള്ള സംഗതി ഒക്കെ ഉണ്ട്. പക്ഷെ ബുദ്ധി ഇല്ലാതായാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? അതാണ് ട്രംപിൻ്റെ അവസ്ഥ. ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നതും അതാണ്. ഏറ്റവും ഒടുവിൽ ഇറാനിൽ ആഭ്യന്തര ലഹളയുണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ US ശ്രമിച്ചു എന്ന ഇറാന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധക്കാർക്ക് US ആയുധങ്ങൾ നൽകി സഹായിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഫോക്സ് ന്യൂസിനോടാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. എന്നാൽ അവർക്ക് അയക്കാൻ കൊടുത്തയച്ച ആയുധങ്ങൾ കുർദിഷ് ഗ്രൂപ്പുകൾ കൈക്കലാക്കി എന്നാണ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് വിശദീകരിക്കുന്നത്. ഇത്ര ചെറിയൊരു ഗ്രൂപ്പിനെ പോലും നിയന്ത്രിക്കാനാകാതെ കുഴപ്പത്തിലാകുന്ന ഒരു സംഘമാണോ US-ന്റെ നേതൃത്വം എന്നതാണ് നമ്മളുള്ളിൽ ഉണ്ടാവാനിടയുള്ള ഒരു ചോദ്യം. അതിനിടയിൽ ഇറാനുമായി തിങ്കളാഴ്ചയോടെ കരാറിലെത്താൻ കഴിയും എന്നാണ് ട്രംപ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ സുപ്രധാനമായ കരാറിന് സാധ്യതയുണ്ട് എന്ന് ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തിയ ട്രംപ് തൊട്ടടുത്ത നിമിഷം തൻ്റെ സോഷ്യൽ മീഡിയ പേജായ ട്രൂത്ത് സോഷ്യലിൽ പോയി പുതിയ ഭീഷണി മുഴക്കിക്കൊണ്ട് പോസ്റ്റും ഇട്ടു. ഇറാനെതിരെ കുറേ തെറിവിളികളും ആ പോസ്റ്റിലിട്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാത്ത ഇറാന്റെ പതിവ് ഇംഗ്ലീഷിലുള്ള തെറികളെല്ലാം ഇറാനെതിരെ വിളിച്ച ട്രംപ് തിങ്കളാഴ്ചക്കകത്ത് ഹോർമുസ് തുറന്നില്ലെങ്കിൽ തീർത്ത് കളയും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. ട്രംപ് പറഞ്ഞ തെറി ഇംഗ്ലീഷിൽ രഞ്ജി പണിക്കർ മലയാള സിനിമയിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന തെറികളുടെ ഒക്കെ സ്വഭാവത്തിലുള്ളതാണ്. നമ്മളായിട്ട് എന്തായാലും ഇവിടെ പറയുന്നില്ല, പറഞ്ഞിട്ടിനി യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻ തെറ്റിക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇതാണ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. അതിൽ നിങ്ങൾ ശരിക്കും നോക്കിയാൽ തെറികളൊക്കെ വായിക്കാം. അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന തെറികൾ നമ്മളെ അന്തിപ്പിക്കും. തെറി വാക്കുകൾ ഓരോന്നും. ഹോർമുസ് തുറന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ട്രംപ് പറയുന്നത്. തെറി വിളിച്ച് ഹോർമുസ് തുറപ്പിക്കാനുള്ള അറ്റകൈ പ്രയോഗമാണ് ട്രംപ് ഇന്ന് നടത്തുന്നത്. ചൊവ്വാഴ്ച പവർ പ്ലാന്റ് ഡേ ആണ്, അതുപോലെ ബ്രിഡ്ജ് ഡേയുമാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. അതായത് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഹോർമുസ് തിങ്കളാഴ്ച തുറന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച പവർ പ്ലാന്റുകളും പാലങ്ങളും ബ്രിഡ്ജ് ഡേയും ആഘോഷിക്കും എന്നാണ്. അതായത് അതൊക്കെ തകർക്കും എന്നാണ് പറയുന്നത്. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്ത് പോകും, അവിടെ ജീവിക്കേണ്ടി വരും, കാത്തിരിക്കൂ എന്നൊരു ഭീഷണിയാണ് അദ്ദേഹം മുഴക്കുന്നത്. ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഭീഷണിക്ക് ഇറാൻ സൈന്യം കനത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കക്ക് നരകവാതിലുകൾ തുറക്കപ്പെടുമെന്ന് ഇറാൻ ജനറൽ അലി അബ്ദുല്ലാഹി അലിയാബാദി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് നിലവിൽ സ്ഥിതിഗതികൾ ഇത്ര വഷളാക്കിയതെന്നാണ് വ്യക്തമാകുന്നത്. വമ്പൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതിൻ്റെ നാണക്കേടിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ മിസ്സായ പൈലറ്റിനെ രക്ഷിച്ച വീരഗാഥയുമായി ട്രംപ് ഇന്ന് രംഗത്തെത്തി. US അനുകൂല മാധ്യമങ്ങൾ വീരഗാഥ രചിക്കുന്ന കഥകളും സിനിമാറ്റിക്കായ കാവ്യങ്ങളും രചിക്കുന്ന തിരക്കിലുമാണ്. F-15 അടക്കം 3 യുദ്ധവിമാനങ്ങൾ തകർത്തതിൻ്റെ ഞെട്ടൽ മാറും മുമ്പാണ് US സൈന്യത്തിന് ആശ്വാസമായി ഇറാന്റെ മണ്ണിൽ തെരച്ചിൽ നടത്തി സൈന്യം പൈലറ്റിനെ രക്ഷിച്ചത്. പൈലറ്റിനെ പിടികൂടാൻ ഇറാൻ സ്വന്തം പൗരർക്ക് ഇനാം പ്രഖ്യാപിച്ചതും അതിന് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും ആളുകൾ സംഭവ സ്ഥലത്തും സമീപത്തും തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നതുമായ വാർത്തകൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായ വീഡിയോ അത് സംബന്ധിച്ച് ചെയ്തതാണ്. തെരച്ചിലിനിടെ അമേരിക്കൻ വിമാനങ്ങൾക്ക് നേരെ ഇറാൻ സൈന്യത്തിന്റെ വെടിവെപ്പുണ്ടായി. ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് പൈലറ്റിനെ രക്ഷിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. അത്യാധുനിക സൗകര്യങ്ങളുടെ റഡാറിൽ പോലും തെളിയാത്ത യുദ്ധവിമാനങ്ങൾ ഇറാൻ പുല്ലുപോലെ വെടിവെച്ചിടുന്നത് ട്രംപിനും US-നും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച F-15 വിമാനം ഇറാൻ വെടിവെച്ചിട്ടതിന് ശേഷമുണ്ടായ സാഹചര്യത്തെ മറികടക്കുന്നത് അതിലെ പൈലറ്റിനെ രക്ഷിച്ചതിന് ശേഷമാണ്. 23 വർഷത്തിനിടെ ആദ്യമായാണ് US വിമാനം ശത്രു രാജ്യത്ത് ആക്രമണത്തിന് ഇരയാകുന്നത്. പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറും വിമാനത്തിലുണ്ടായിരുന്നു. ദക്ഷിണ ഇറാനിലെ ആക്രമണത്തിനിടെ വിമാനം തകരും മുമ്പ് ഇരുവരും രക്ഷാസൗകര്യം ഉപയോഗിച്ച് പുറത്തു കടന്നു. ഒരാൾ US സൈന്യം രക്ഷിച്ചതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് പോയി. എന്നാൽ രണ്ടാമൻ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് മിസ്സായി. ഇറാൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് അതിനെ കേന്ദ്രീകരിച്ചാണ് പിന്നീടുള്ള ഓപ്പറേഷൻ US നടത്തിയത്. US സൈന്യവുമായി ബന്ധപ്പെടാൻ ആശയവിനിമയ സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പൈലറ്റുമായി ഈ സൈനികനുമായി എളുപ്പം ബന്ധപ്പെടാനും US സംഘത്തിന് കഴിഞ്ഞു. ട്രംപിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അഭിമാന പ്രശ്നമായെടുത്താണ് പൈലറ്റിനെ രക്ഷിക്കുന്ന ദൗത്യം അവർ നടപ്പാക്കിയത്. HH-60 സ്റ്റെൽത്ത് ജെറ്റുകൾ, മറീനുകൾ, A-10 വിമാനങ്ങൾ,
F-35 സ്റ്റെൽത്ത് ജെറ്ററുകൾ തുടങ്ങിയ വമ്പൻ സന്നാഹമാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തത്. മലനിരകളിൽ ഒളിച്ചു നിന്ന പൈലറ്റിന്റെ ലൊക്കേഷൻ ലഭ്യമായതോടെ ഓപ്പറേഷൻ വിജയകരമായി നീങ്ങി. എന്നാൽ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗത്തിലെ 100 കണക്കിന് സൈനികർ ഇറാന്റെ മണ്ണിൽ നുഴഞ്ഞു കയറിയാണ് ദൗത്യം നടത്തിയത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. റവല്യൂഷണറി ഗാർഡ് കോറുമായി കനത്ത ഏറ്റുമുട്ടലും ഉണ്ടായി. യുഎസിന്റെ പോർവിമാന വ്യൂഹം സൈനികർക്ക് പിന്തുണ നൽകി. പൈലറ്റ് ഒളിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഇറാൻ സൈന്യത്തിന് നേരെ US ആക്രമണം നടത്തി. അതിനിടയിലാണ് രക്ഷാ പ്രവർത്തനം നടപ്പായത്. പക്ഷെ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വിമാനങ്ങൾ അമേരിക്കൻ സൈന്യം തന്നെ തകർത്തതാണെന്നാണ് USന്റെ പിന്നീടുണ്ടായ അവകാശവാദം. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെങ്കിലും അത്യാധുനിക ആയുധങ്ങളും വിമാനങ്ങളും ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ നശിപ്പിക്കുകയായിരുന്നു. 2 MC-130 വിമാനങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ പ്രദേശത്ത് കുടുങ്ങി. പിന്നീട് തിരിച്ചെടുക്കാൻ പോയാൽ അത് കുഴപ്പത്തിലാവും, പ്രയാസമാകും എന്ന് കണ്ട് സ്ഫോടനത്തിലൂടെ വിമാനങ്ങൾ തകർത്തുത്രേ. ഇറാനിൽ നിന്ന് പിൻവാങ്ങുന്നതിനിടെ ഈ വിമാനങ്ങൾ ഉപേക്ഷിക്കാൻ സൈന്യം നിർബന്ധിതരായതാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. രക്ഷപ്പെടുത്തിയ കേണലിന് പരിക്കേറ്റെങ്കിലും അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ദൗത്യത്തിനായി മാരകമായ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങളാണ് അമേരിക്ക അയച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ അമേരിക്കയുടെ ഈ വിജയത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് പരിഹസിച്ചു. തകർന്നു കിടക്കുന്ന വിമാനങ്ങളുടെ ചിത്രം പങ്കുവച്ച് ഇത്തരം 3 വിജയങ്ങൾ കൂടി ഉണ്ടായാൽ അമേരിക്ക പൂർണ്ണമായി തകരുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ശത്രുവിൻ്റെ കയ്യിൽ അത്യാധുനിക വിമാനങ്ങൾ എത്താതിരിക്കാനാണ് അവ നശിപ്പിച്ചത് എന്ന US വാദം ഇറാൻ പൂർണ്ണമായും തള്ളുകയാണ്. എന്നാൽ സൈനികരെ രക്ഷിക്കാനായത് അമേരിക്കക്ക് നിലവിലെ നാണക്കേടിൽ വലിയ ആശ്വാസം തന്നെയാണെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ട്രംപ് ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഉള്ള ഒരു അവസരമായി ഇത് ഉപയോഗിച്ചുവെങ്കിലും, പൈലറ്റിനെ രക്ഷിച്ചത് ആ സാഹചര്യം ഒക്കെ പറഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തെ ഉപയോഗിച്ചുവെങ്കിലും അതിനിടയിൽ ഇറാൻ നൽകിയ തിരിച്ചടി ആണ് എന്നുള്ള ഇറാന്റെ വാദം വിശ്വസനീയമായി അവർ അവതരിപ്പിക്കുന്നുണ്ട്. അത് ട്രംപിനും അമേരിക്കക്കും യഥാർത്ഥത്തിൽ നാണക്കേടുണ്ടാക്കുന്നതാണ്. അതായത് തകർന്നു വീണ യുദ്ധവിമാനത്തിലെ ജീവനക്കാരനെ രക്ഷിക്കാൻ US നടത്തിയ സൈനിക നീക്കത്തിനിടെ ഒരു വിമാനവും ഒരു ഹെലികോപ്റ്ററും അടക്കം ഞങ്ങൾ തകർത്തതാണ്, ഞങ്ങൾ അവരുമായി ഫൈറ്റ് ചെയ്തപ്പോൾ തകർന്നതാണ് എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. ഒപ്പം ഈ തിരിച്ചടിയിൽ 5 പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ പറയുന്നു. ഇറാന്റെ സംയുക്ത സായുധ സേനാ കമാൻഡ് ആയ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവിനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇസ്ഫഹാന്റെ തെക്കുഭാഗത്ത് വെച്ച് US-ന്റെ ഒരു C-130 മിലിറ്ററി വിമാനവും 2 ബ്ലാക്ക് ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടു. ഒപ്പം ഒരു ഇസ്രായേലി ഡ്രോണും തകർത്തതായി റിപ്പോർട്ടുണ്ട്. US രക്ഷാ ദൗത്യം പരാജയപ്പെട്ടതായും തകർക്കപ്പെട്ട C-130 വിമാനം കത്തിയമരുതിന്റെ ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഇറാൻ സൈന്യം പറഞ്ഞു. എന്തായാലും ഏത് ആക്രമണത്തിനിടയിലും സ്വന്തം പൈലറ്റിനെ രക്ഷിച്ചതിന്റെ ആശ്വാസം US-ന് മുന്നിലുണ്ട്. പക്ഷേ അപ്പോഴും US-ന്റെ തലയെടുപ്പായ A-15 ഇറാൻ വെടിവെച്ചിട്ടതിന്റെ നാണക്കേട് ഉടനൊന്നും ഇല്ലാതാവുകയും ഇല്ല. അതേസമയം ഇറാൻ ഇന്ന് നൽകിയ കനത്ത തിരിച്ചടിയിൽ ഇസ്രായേലിന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം തകർന്നതായും വാർത്തയുണ്ട്. ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു. എറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് നടത്തുന്ന ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് എനൈറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കേടുപാടുകൾ കനത്തതാണ്. പുനർനിർമ്മാണം അസാധ്യമാം വിധമാണ് ആക്രമണം. ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന പൈലറ്റ് ഹെൽമറ്റുകൾ, ബോംബ് ഭാഗങ്ങൾ, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ തന്ത്രപ്രധാനമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രമാണത്രേ തകർത്തത്. ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ ഇപ്പോഴും ഈ ഇറാനുമായിട്ടുള്ള ഫൈറ്റിൽ ഇറാന് തിരിച്ചടിക്കാൻ മാത്രം കെൽപ്പുള്ള സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നു. ട്രംപ് ഒപ്പം നെതന്യാഹു നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു എന്നുള്ള വീരവാദങ്ങൾ വെറും ബഡായികൾ മാത്രമാണ് തെളിയിക്കുന്ന വിധത്തിലാണ് ഇറാൻ്റെ തിരിച്ചടികൾ നമ്മുടെ മുമ്പിൽ വാർത്തകളായും ദൃശ്യങ്ങളായും ഒക്കെ വരുന്നത്. ഇപ്പോഴും ഭീഷണിയും തെറിവിളികളുമായി ട്രംപ് നടക്കുമ്പോൾ കയ്യിലുള്ളത് പലതും നഷ്ടപ്പെടുകയും വീരവാദങ്ങളും ആ തെറിവിളികളും മാത്രം കൈമുതലായി സൂക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു യുദ്ധക്കൊതിയൻ്റെ വിധിയാണിപ്പോൾ ട്രംപിന്. ലോകം പരിഹാസത്തോടെ നോക്കുന്ന മനുഷ്യവിരുദ്ധനായി ഒരു രാജ്യത്തിൻ്റെ തലവൻ മാറുന്ന ഗതികെട്ട കാഴ്ച ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അന്തിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.